വാശി ഉണ്ടെങ്കിൽ ചെന്ന് വാങ്ങിച്ചിട്ട് വരാനല്ലേ പറഞ്ഞു. വാശി ഉണ്ടടാ. എന്റെ ചോറിലാടാ നീ നിന്റെ പെങ്ങളും കൂടെ മണ്ണ് വാരിയിട്ടത്. ആ മണ്ണുള്ള ചോറ് തിന്നിട്ടാണ് ഞാൻ എന്റെ പൊന്നു വാങ്ങിച്ചോണ്ട് വരുവാടാ. ഉള്ളവന്റെ ഇല്ലാത്തവൻ പിടിച്ചു പറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോലീസിനെ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഈ പണിക്കിറങ്ങിയാലേ പെങ്കുച്ചി പാസ് ചെയ്ത് പോയ പോലെയുണ്ട്. അവൾ വന്നുപോയ വഴികളിലെല്ലാം ശേഷിക്കുന്നത് ശവശരീരങ്ങളാണ്. ഒരുപക്ഷെ ഇനി മരിച്ചു വീഴുന്നത് ഞാനായിരിക്കാം. നിന്റെ ഈ സ്വഭാവം കൊണ്ടാ ഡിവൈഎസ്പി ആയിരുന്നു ഇപ്പൊ സി ആയിട്ട് കേസ് കളിച്ചോണ്ടിരിക്കുന്നത്. ഷാവിലെ, ഇത് ആത്മഹത്യയല്ല, കൊലപാതകമാണ്. മലയാള ഭാഷയില് എന്തോ ഒരു പേര് പറയാറുണ്ട്. കുര്യച്ചൻ നേവിക്കാർക്കും പട്ടിക്കുഞ്ഞുങ്ങളെ സപ്ലൈ നടപടിണ്ടായിരുന്നു. ചിലതൊക്കെ കറക്റ്റ് ആട്ടോ. പട്ടികൾ അളക്കുന്ന അളവില് മനുഷ്യനെ അളക്കാൻ പറ്റില്ല. കിളി പോവും. அந்த ആൾക്ക് കാറ് കയ്യിലെ കെട്ടിയാ കിളി പോവും. മഴ നനയല്ലോ കുട്ടിച്ച. എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ മഴയത്ത് നിർത്തിയേക്കല്ലേ. ആരാണ് ഈ സ്റ്റീഫൻ നെടുമ്പള്ളി? ഹിന്ദുക്കൾക്ക് മകനാണ്. ഇസ്ലാമിന് ക്രിസ്ത്യാനികൾക്കിടയിൽ നിന്റെ ചിന്തകൾക്കപ്പുറത്ത് നീ പ്രതീക്ഷിക്കാത്ത നേരത്ത് നിനക്കായുള്ള പെണ്ണ് നിന്റെ മുമ്പിൽ വന്നെത്തും. അവൾ നിന്റെ ആത്മാവിനെ ഉമ്മ ചേർത്തും. ഞാൻ വീണ്ടും ആ സ്വപ്നം കണ്ടു. അടുത്ത് നല്ല അലുവ കഷ്ണം പോലൊരു കുതിര. ഇറ്റ് വാസ് സോ ഡ്രീമി. നിന്റെ സക്കറിയ ബസാറിന് വേണ്ടി, നമ്മുടെ ജിങ്കാനയ്ക്ക് വേണ്ടി ചാവണ്ടി വന്നാലും നീ ഇടിക്കൂലേ? നിനക്ക് കൂടുതൽ വശമുണ്ടല്ലേ പറ്റി ഉണ്ടെങ്കിൽ നമ്മൾ കാണുന്ന പോലെ അല്ല ആൾക്കാര്. ഇവളാരാ എന്താ എന്നൊന്നും നമുക്ക് ശരിക്കും അറിയ പോലുമില്ല. ക്യാമറ ആണെങ്കിൽ ശരിയാവില്ല. എന്നെ അതിൽ കൂടി കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. കോളേജിലൊക്കെ ലവൊക്കെ ആയിരുന്നു. കുറെ കഴിയുമ്പോൾ ഡൗട്ട് ഇതൊക്കെ പകരുമെന്ന്. ആ കുട്ടിയുടെ കാര്യം നിനക്ക് തോന്നിയപ്പോഴേ പറയായിരുന്നില്ലേ? ചിലപ്പോ അത് രക്ഷപ്പെട്ടിരുന്നെങ്കിലോ? ആ കുടുംബത്തിന് എന്തോ ശാപമുണ്ട് സാറേ. ആകെ ഉണ്ടായിരുന്ന ആന്തരികം അതിന്റെ അവസ്ഥ ഇപ്പൊ ഇങ്ങനെ ആയില്ലേ? ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് മനുഷ്യനെ കൊല്ലും. ഒരാൾ കൂടെ ഉണ്ടായിരുന്നു സാർ. വാട്ടി മിസ്സേ ആകാതെ അഴിഞ്ഞാട്ടം തുടങ്ങിയാലോ?